നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാലില്ലേ, പോലീസ് സ്റ്റേഷനിൽ കാണുന്ന കണ്ണുകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട്. നമ്മൾ രാവിലെ 8 മണിക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും. 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടാകുന്ന ആളായിരിക്കും അറിയോ? തലേന്ന് കഞ്ചാവ് അടിച്ച്, തലേന്ന് കള്ളു കുടിച്ച്, ഒരു ബോധവും ഇല്ലാണ്ട് ആണിയിൽ വീണൊരു ചങ്ങായി ഉണ്ടാവും. ഓനെ നാട്ടുകാരും പോലീസെല്ലാം പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പിച്ചിട്ടുണ്ടാവും. രാവിലെ ആകുമ്പോൾ അവന് ബോധം വരുന്നതിനനുസരിച്ചിട്ടാണ് അവന് മനസ്സിലാവും എന്റെ മേത്തിൽ മുണ്ടില്ല, എന്റെ മേത്ത് ഷർട്ടില്ല, ഇതൊക്കെ ഇവിടെ പോയി എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല എന്ന് ബോധം വരുമ്പോൾ വെപ്രാളപ്പെടുന്ന, ബേജാറാവുന്ന ഒരു മനുഷ്യൻ എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവും. ആ മനുഷ്യന്മാരുടെ കണ്ണുകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ ആരാന്നറിയോ? പ്രണയം എന്ന ലഹരി തലക്ക് പിടിച്ച് തലേ ദിവസം ഉപ്പാനെയും ഉമ്മാനെയും അച്ഛനെയും അമ്മേനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏതോ ഒരു കോന്തപ്പന്റെ കൂടെ പോയൊരു പെണ്ണും ആ കോന്തപ്പനുണ്ടാവും അടുത്ത ബെഞ്ചിൽ. അവനെ കൂട്ടിക്കൊണ്ടുപോയ വണ്ടിക്കാരൻ, കണ്ട ആളുകൾ, ഇവരെ രണ്ടുപേരുടെയും രക്ഷകർത്താക്കൾ അപ്പുറത്തെ മൂലയിൽ നിന്ന് കരയുന്നുണ്ടാവും. അങ്ങനെ ദിവസവും പോലീസുകാർ കാണുന്ന ഇങ്ങനത്തെ ആളുകളുടെ കണ്ണുകൾ നോക്കുമ്പോ എനിക്ക് നിങ്ങളുടെ ഒക്കെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒളിച്ചോടാൻ മുട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ അടി കിട്ടിയ ആളുകൾ, അടി കൊടുത്ത ആളുകൾ, അടി കണ്ട ആളുകൾ, അങ്ങനെ അടി കിട്ടിയവനും കൊണ്ടവനൊക്കെ അപ്പുറത്തെ ബെഞ്ചുമേലുണ്ടാവും. ഭാര്യ ഭർത്താവിനെ അടിച്ചത്, ഭർത്താവ് ഭാര്യനെ അടിച്ചത്, അങ്ങനെ ഒരു കുറച്ച് അപ്പുറത്തെ സീറ്റുമേലുണ്ടാവും. അങ്ങനെ പോലീസുകാർ കാണുന്ന കണ്ണുകളൊക്കെ ബേജാറ് പിടിച്ച കണ്ണുകളാണ്. ഒരു നല്ല സന്തോഷത്തിന്റെ കണ്ണുകൾ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ, പോലീസ് ജീവിതത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്റെ ബർത്ത്ഡേ ആണ് പോലീസേ ഹാപ്പി ലഡു എന്നൊക്കെ പറഞ്ഞിട്ട് ലഡു വന്നിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും കല്യാണത്തിന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസേ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എന്റെ വീട്ടിൽ, നിങ്ങളൊക്കെ വരണം, വന്നിട്ട് തിന്നിട്ട് പോകണം നിങ്ങൾ പറഞ്ഞോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊരു കള്ളം കാര്യ ഓടി അങ്ങോട്ട് വരും, പോലീസേ കള്ളം കാരി വിടറോന. അങ്ങനെ എല്ലാ ആളുകളും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ബേജാറായിട്ടാണ്. അതിന്റെ പുറത്തിറങ്ങിയിട്ട് പറയും പോലീസ് എല്ലാം കള്ളന്മാരാട്ടോ, ഒന്നിനും കൊള്ളാത്ത തെറ്റുകളാന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയും. അപ്പൊ പോലീസിന് അതിലൊന്നും ഒരു വിഷമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ണിലേക്ക് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിലയാൾക്കൊക്കെ ഒളിച്ചോടാൻ മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ചിലയാൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ കഞ്ചാവ് അടിച്ചിട്ട് മുണ്ടില്ലാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ വെപ്രാളം ഞാൻ പലപ്പോഴും പല ആളുകളിലും അങ്ങനെ അസ്വസ്ഥത കാണുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. അത് ശരിയാണെന്നില്ല. ഞാൻ കുറച്ചു നേരം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വരാനുണ്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണം. ആ ഒരു ലോകത്തേക്ക്, ഈ ഒരു നാശത്തിന്റെ ലോകത്തേക്ക് നിങ്ങൾ പോകാതിരിക്കാനാണ് ഇത്തരം സംഘടനകൾ നിങ്ങൾക്ക് ക്യാമ്പും, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട ഉദ്ബോധനങ്ങളും ഒക്കെ തന്ന് നിങ്ങളെ വളർത്തുന്നത്. നിങ്ങൾ ഏറ്റവും മഹത്തായ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു മനുഷ്യക്കുട്ടിയായി മാറാനാണ്. അല്ലാണ്ട് വെറുതെ വലിക്ക് സമയമുള്ളതുകൊണ്ട് കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ പന്തലൊക്കെ കെട്ടിയിട്ട് കുറച്ച് ബിരിയാണി ഒക്കെ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങളുടെ മനസ്സിലേക്ക്, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നന്മ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു മനുഷ്യനായി മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, അപ്പോ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ? ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ക്ലാസ് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല കേട്ടോ. കാരണം നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങളെ നോക്കിയായില്ലേ ഉണ്ട കണ്ണുമായിട്ട് ഇങ്ങനെ മൊയിച്ചു നിൽക്കുവാണ്. നിങ്ങളോട് എങ്ങനെ ക്ലാസ് എടുക്കാനാണ്? അതുകൊണ്ട് നിങ്ങൾ മനുഷ്യക്കുട്ടീനെ പോലെ വളരെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കണം. അതിന് എന്റെ ഒരു സംശയം എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങൾ എന്നോട് പറ, എന്താ പ്രശ്നങ്ങളെ? എന്തോ പ്രശ്നമുണ്ടാ? എന്നാ നിങ്ങൾ മനുഷ്യക്കുട്ടിയായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ മനുഷ്യക്കുട്ടിയാണോ? ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയും മനുഷ്യക്കുട്ടിയല്ല. പറ, നിങ്ങൾ മനുഷ്യക്കുട്ടിയാണോ? മനുഷ്യക്കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരെ. എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഇരുന്നേരുത്. എനിക്ക് സംശയം എന്താ, എന്റെ 2ാം ക്ലാസ്സിലെ മോനും ഇങ്ങനെ തന്നെയാ ഇരിക്കുന്നത്. ഒരു 2 കൊല്ലമായി മൊബൈൽ ഫോണിലാണ് പഠിപ്പ്. അതിനുശേഷം 2 കൊല്ലത്തിനിപ്പുറം ഓനെ കാണുമ്പോ ചില ഈ ക്ലാസ്സിൽ ഇരുന്ന ആളെ പോലെ തന്നെ ഉണ്ട്. ഓൻ എന്താണെന്നറിയോ, ഒരു മൊബൈൽ ഫോൺ, എപ്പോഴും ഒരു കയ്യിൽ ഫോൺ ഉണ്ടാവും, ഒരു കയ്യിൽ പഴംപൊരി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു കാല് ചുമരുമ്മല്, ഒരു കാല് വേറെ റേഡിയോ. ഒന്ന് ഇരിക്കാനൊന്നും സ്ഥലം പോരാ. അങ്ങനെ കഴിഞ്ഞ ജൂൺ 1-ാം തീയതി ടീച്ചർ പറഞ്ഞു, എടോ പോലീസേ നിങ്ങളെ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്, 2 കൊല്ലമായല്ലോ സ്കൂളൊന്നും തുറക്കാത്തത്, ഇപ്പൊ തുറക്കുന്നുണ്ട് ജൂൺ 1-ാം തീയതി. ഞാൻ പറഞ്ഞു ടീച്ചറെ സ്കൂൾ തുറക്കുമ്പോൾ അവിടെ ബെഞ്ചും ഡെസ്കും തന്നെയാണോ ഉള്ളതെന്ന് ചോദിച്ചു. ടീച്ചർ ചോദിച്ചു പിന്നെ ബെഞ്ചും ഡെസ്കും അല്ലാണ്ട് പിന്നെ എന്താണ്? സ്കൂൾ ബെഞ്ചും ഡെസ്കും അല്ലാണ്. ഞാൻ പറഞ്ഞു എന്റെ മോന് ബെഞ്ചും ഡെസ്കും ഒന്നും പോരാ, ഓൻ എന്തെല്ലോ ആയിപ്പോയി, ഓന്റെ കാലിങ്ങനെയാണ്, ഓന്റെ നടു ഇങ്ങനെയാണ്, ഒരു സ്കൂട്ടർ സ്റ്റാൻഡ് വെച്ച പോലെയാണ് ഓൻ ഇരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്റെ 2 പിള്ളേരും അങ്ങനെ തന്നെയാണ്, അതങ്ങ് ശരിയാവെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനം. പക്ഷെ എനിക്കിവിടെ വന്നപ്പോ സമാധാനക്കേടാണ്.
നിങ്ങൾക്കും നട്ടല് നിവർത്തിയിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്കൂട്ടർ. അപ്പൊ നിങ്ങൾക്ക് നന്നാവാനൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ നട്ടല് നിവർത്തിയിരിക്കണം എന്ന് പറഞ്ഞപ്പോ ആരും കാണാണ്ട് എല്ലാവരും നട്ടല് നിവർത്താൻ ശ്രമിച്ചു. ഈ ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ ആ തെറ്റ് തിരുത്തി നല്ല മനുഷ്യനാവാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാവരും ഒന്നും കൂടി നട്ടല് നിവർത്തിയിരിക്കും. യെസ്. ഇനി ഇപ്പൊ നിങ്ങളൊരു ഫോട്ടോ എടുത്തായില്ലേ, അതൊരു തങ്കപ്പെട്ട ഫോട്ടോ ആയിരിക്കും. ഇനി നിങ്ങൾ എല്ലാവരും എന്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. മനുഷ്യന്മാർക്ക് കണ്ണിലേക്ക് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? ലഹരിക്കടിമപ്പെട്ട ആളുകളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം, നിങ്ങളുടെ ബാപ്പ മദ്യപിക്കുന്നുണ്ടോ, നിങ്ങളുടെ ബാപ്പ MDMA ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഉമ്മ ഉപയോഗിക്കുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. കണ്ണിലേക്ക് നോക്കുക. ഇത് കള്ളന്മാർക്കൊന്നും കണ്ണിലേക്ക് നോക്കാൻ പറ്റൂല. നിങ്ങൾ കള്ളന്മാരാണോ? ആണോ? അല്ല. എന്നാ എന്റെ കണ്ണിലേക്ക് നോക്ക്. വെരി ഗുഡ്. എല്ലാവർക്കും നോക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒന്ന് പൊട്ടിച്ചിരിക്കി. നല്ല ചിരിയാട്ടോ. മനുഷ്യന്മാർക്ക് മാത്രമേ ഈ ലോകത്ത് ചിരിക്കാൻ കഴിയൂ. മനുഷ്യന്മാരല്ലാത്തവർക്ക് ചിരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? എന്നാ എന്റെ കണ്ണിലേക്ക് നോക്കി ഒന്ന് ചിരിക്കി. നല്ല ചിരിയാണ്. എനിക്ക് ഒരു കാര്യം സ്വകാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തെല്ലോ പറ്റിയെന്ന് ഞാൻ പറഞ്ഞ ഉള്ളു തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇന്നു മുതൽ നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കണം. നിങ്ങളൊരു സംഘടനയുടെ പ്രതിനിധികളായിരിക്കുമ്പോൾ, സംഘടനയുടെ നേതാക്കളായി മാറുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എല്ലാവരോടും ചിരിക്കുന്ന മനുഷ്യനായിട്ട് മാറണം. നിങ്ങൾ നേതാവാകുമ്പോൾ ആരോടും ചിരിക്കാണ്ട് കൊട്ട മുഖമായിട്ട് പോയാലേ ഒരു നേതാവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നല്ലൊരു ബാപ്പയാവണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരോടും ചിരിക്കാൻ, മക്കളോടും ഭാര്യയോടും ഒക്കെ ചിരിക്കാൻ പറ്റണം. നല്ലൊരു മകനാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരോടും ചിരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കി എന്ന് പറയുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ ആരെങ്കിലും പറയോ കൊട്ട പോലെയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിരിക്കാൻ പറയുന്നത്? മനുഷ്യന്റെ ഏറ്റവും ലക്ഷണമെത്ത മുഖം ചിരിക്കുന്ന മുഖമാണ്. ആ ചിരിക്കുന്ന മുഖത്ത് ഒരു തകരാറുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ലഹരിയുടെ ലോകത്തേക്ക് എത്തുന്ന മനുഷ്യക്കുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ മുഖത്ത് ചിരി ഉണ്ടാവില്ല. ലഹരിയെ കുറിച്ച് നമുക്ക് പറയാം, ഏറ്റവും ഭീകരമായിട്ട് നടക്കുന്ന ഈ കാക്കുനി പോലും ഉണ്ട് ലഹരി, ഇല്ലാന്നൊന്നും പറയണ്ട. പക്ഷെ അതിനെതിരെ പോരാടേണ്ടത്. എല്ലാ കാലത്തും ലഹരി ഈ ലോകത്തുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തും കഞ്ചാവും സിഗരറ്റും ഒക്കെ നാട്ടിലുണ്ട്, മദ്യമുണ്ട്. പക്ഷെ നമ്മളൊന്നും ആ ലോകത്തേക്ക് പോകാതിരുന്നത് കൃത്യമായ ഗൈഡൻസ് ഉണ്ടായിരുന്നു. നല്ല നട്ടലുള്ളൊരു അച്ഛനുണ്ടായിരുന്നു, നല്ല കാലിബറുള്ള നല്ല ശക്തിയുള്ള ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. സൂഫി മാഷൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ബേജാറാവുമായിരുന്നു. സിഗരറ്റും വലിക്കണ്ട, ഒന്നും വലിക്കണ്ട എന്ന് തോന്നുമായിരുന്നു. അങ്ങനെയുള്ള അധ്യാപകൻ ഉണ്ടായിരുന്നു. പുറത്ത് നമ്മളെ നിരീക്ഷിക്കാൻ നല്ല നല്ല നേതാക്കളും സമൂഹത്തിൽ ഉന്നതന്മാരും ഉണ്ടായിരുന്നു. അവരെ മുമ്പിൽ മോശക്കാരനാവാൻ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു. അന്ന് നിയമമനുസരിക്കുന്ന ഒരു മനുഷ്യക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ കണ്ടെടുത്തോളം കാലം നിങ്ങളൊന്നല്ല കുഴപ്പക്കാർ. നിങ്ങൾക്ക് നിയമങ്ങൾ അനുസരിക്കാൻ, നാട്ടിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതാണ് വിഷയം. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകുന്നത് സംഘടനയ്ക്ക് കൃത്യമായ ഒരു നിയമാവലിയുണ്ട്. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ആ നിയമത്തിന് എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സംഘടന പൊട്ടിപ്പോകും. നിങ്ങളുടെ വീട് മുന്നോട്ട് നല്ല മനോഹരമായി പോകുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ ഒരു നിയമാവലി ഉണ്ടാവും, ഒരു രക്ഷകർത്താവ് ഉണ്ടാവും, ഒരു നായകൻ ഉണ്ടാവും ആ വീട്ടിൽ. ആ നായകന്റെ പേര് ബാപ്പാന്നോ ഉപ്പാപ്പ എന്നൊക്കെ ആയിരിക്കും. നല്ലൊരു ബാപ്പയും നല്ലൊരു ഉപ്പാപ്പയും ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മാറും. നിങ്ങളെ സ്കൂൾ മുന്നോട്ട് പോകണമെങ്കിൽ സ്കൂളിൽ ഒരു നിയമം ഉണ്ടാവണം. ആ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ സ്കൂൾ പൊട്ടിപ്പോകും. അപ്പൊ നിങ്ങൾ ലഹരിയെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെക്കുറിച്ചും ഈ നാട്ടിലെ നിയമങ്ങളെ കുറിച്ചും പഠിക്കണം. ആ നിയമത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിക്കണം. ഈ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേര് കുറ്റം എന്നാണ്. കുറ്റം ചെയ്തവനെ നമ്മൾ വിളിക്കുന്ന പേര് കുറ്റവാളി അഥവാ കള്ളൻ. കള്ളൻ ശിക്ഷിക്കപ്പെടണം എന്നതാണ് പൊതുവായ തത്വം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് ഒച്ചത്ത് പറ, ഒന്നും കൂടി ഒച്ചത്ത് പറ. ഭാവിന്റെ നേതാക്കന്മാർ ഒച്ച ചെയ്ത് ഉയീഷ് എന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ശക്തി വാതുറന്ന് ഫർസാന സന്ധു എന്ന് പറയുന്ന ലോകത്തെ വിശ്വസുന്ദരി പട്ടം കിട്ടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 177 രത്നങ്ങൾ പതിച്ച കിരീടമാണ് ആ പെൺകുട്ടിക്ക് കിട്ടിയത്. ആ പെൺകുട്ടിക്ക് ആ രത്നം കിട്ടാൻ കാരണം എന്താണെന്നറിയോ?
ആ പെൺകുട്ടിക്ക് ആ രത്നം 177 രത്നങ്ങളുള്ള കിരീടം കിട്ടാൻ കാരണം വിശ്വലോക സുന്ദരി പട്ടത്തിന്റെ ജൂറി ആ പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലുള്ള യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സന്ധു? ആ സന്ധു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലോകത്തെ ഏറ്റവും കൂടുതൽ യുവത്വം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആത്മവിശ്വാസമില്ലായ്മയാണ്. എനിക്ക് സംശയം, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ? ആത്മവിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു കുട്ടി ചിരിക്കാൻ പറയുമ്പോൾ ചിരിച്ചിരിക്കണം, സംസാരിക്കാൻ പറയുമ്പോൾ സംസാരിക്കണം, നട്ടെല്ല് നിവർത്തി എല്ലാവരെയും നോക്കാൻ പറ്റണം. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം. അപ്പൊ അതില്ല എങ്കിൽ നിങ്ങൾ നശിച്ചു. എന്തുണ്ടായിട്ടും കാര്യമില്ല. ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു ബോധമുള്ള ഒരു തലമുറ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടില്ല. നിങ്ങൾക്ക് ആ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്ന അവിടെ തന്നെയാണ്. എനിക്ക് ഷോ ചെയ്യണം, ഷൈൻ ചെയ്യണം, സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണമെന്ന ആഗ്രഹമുള്ള മനുഷ്യന്മാരാണ് പഠിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വേറെ തരത്തിലും ശ്രദ്ധിക്കപ്പെടാൻ കഴിയാത്ത ആളുകളാണ് ലഹരിയുടെ ലോകത്ത് പോകുന്നതെന്ന് മനസ്സിലായിക്കോളി നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്നും ഞാൻ പറയുന്നില്ല. പഠിക്കലും മാത്രമൊന്നുമല്ല വലിയ കാര്യം. A+ കിട്ടിയോണ്ട് വലിയ മനുഷ്യന്മാരാവുന്നില്ല. ഏതൊരാളും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് ഏത് തരത്തിലുള്ള മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. പാട്ടുപാടാം, നല്ലോണം എഴുതാം, നല്ലോണം വായിക്കാം, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യന്മാരും, ആത്മാർത്ഥമായി പൊതുപ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യന്മാരും ലഹരിക്ക് അടിമപ്പെട്ട ചരിത്രമില്ല. ആളുകൾ അവരെ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് രക്ഷകരായി തോന്നുന്ന രീതിയിൽ നായകന്മാരായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണം. നിങ്ങൾ അവിടെ ഒരു മരമെങ്കിലും നട്ടിരിക്കണം. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇത് എന്റെ മരമാണ് എന്ന് നിങ്ങളെ മക്കളെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ആ ലൈബ്രറിയിൽ 2 പുസ്തകം കൊടുക്കണം. എന്നിട്ട് നിങ്ങളെ മക്കളെയും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇത് ഞാൻ കൊടുത്ത പുസ്തകമാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന വസ്തുവിനെയാണ് നമ്മൾ ലഹരി എന്ന് പറയുക. അത് എന്തൊക്കെയാണ് ആ സാധനം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന സാധനം ഒന്ന് പറ. യെസ്, ഫോൺ. വെരി ഗുഡ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ലഹരിയായി മാറുന്ന ഒരു വസ്തു മൊബൈൽ ഫോണാണ്. യെസ്. രണ്ടാമത്തെ വസ്തു നല്ലോണം ഇങ്ങനെ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന സാധനം, ഉപയോഗിക്കണമെന്ന് തോന്നുന്ന സാധനം യെസ്, മുട്ടായി. വെരി ഗുഡ്. ഏത് മുട്ടായി? നിങ്ങൾക്ക് കടലമുട്ടായി തരട്ടെ? കടലമുട്ടായി ഇങ്ങനെ കാണുമ്പോൾ തിന്നണം നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ബണ്ടി മുട്ടായി തോന്നാറുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നുന്ന മുട്ടായിന്റെ പേര് പറ. ലേസ്. വെരി ഗുഡ്. ലേസ് തിന്നണം, നല്ലോണം തിന്നണം. രണ്ടാമത്തെ ഒരു മുട്ടായിന്റെ ഞാൻ പേര് പറയാം. കുറുകുറു. യെസ്, വെരി ഗുഡ്. തങ്കപ്പെട്ട കുട്ടികൾ തന്നെ കേട്ടോ നിങ്ങള്. നിങ്ങൾക്ക് തീരെ ലഹരിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഓറിയോൺ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഉണ്ടോ? അതിങ്ങനെ തിന്നണമെന്ന് തോന്നാറുണ്ടോ? എന്നാ മേരി ബിസ്ക്കറ്റ് തിന്നാൻ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ഒരു വട്ടത്തിലുള്ള? ഇല്ല. യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ തങ്കപ്പെട്ട ആള് തന്നെയാണ് കേട്ടാ. ഒരു വേറൊരു പുളി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, പുളിമുട്ടായി പോലത്തെ ഒരു സാധനം. യെസ്. അപ്പൊ നിങ്ങളുടെ തങ്കം. അപ്പി ഫീസ് എന്ന് പറഞ്ഞൊരു വെള്ളം ഉണ്ടല്ലോ, അതും കുടിക്കലുണ്ടാ? അപ്പൊ നിങ്ങൾ ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് മൂത്ത പെരാന്തായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്ര മാത്രം മതി. അപ്പൊ വേണ്ട സംഗതികളൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ തിന്ന ലേസാണ് മനുഷ്യന്മാർക്ക് വേണ്ടാത്ത ലേസ്. കുറുകുറെ മുറുമുറ എന്ന് പറഞ്ഞ സാധനം മനുഷ്യന്മാർ തിന്നാത്ത സാധനം. അപ്പൊ ഇതൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതൊന്നാമത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഉപയോഗിച്ച് പിന്നെ നിങ്ങൾക്ക് ഇത് പോരാന്ന് തോന്നുന്നു. എന്റെ 2ാം ക്ലാസ്സിലും ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ലഹരിക്കെതിരെ അല്ല സംസാരിക്കുന്നത്, നിങ്ങളെ മനസ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ നിയമം പഠിച്ചാൽ മാത്രം മതി. നമ്മൾ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലെ നിയമം, കുവൈത്തിലാണെങ്കിൽ കുവൈത്തിലെ നിയമം അറിയണം. ഇന്ത്യയിലെ നിയമം വല്ലതും നിങ്ങൾക്ക് അറിയാമോ? അല്ല, നിയമം അറിയാമോ? ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റാണ്. കുറ്റം ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പോക്സോ നിയമം അറിയാമോ എന്ന് വെച്ചാൽ നിങ്ങൾ ഇല്ല. അപ്പൊ നിങ്ങൾ പോലീസ് യു ആർ അണ്ടർ അറസ്റ്റ്, ജയിലിൽ. ആടുന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് അറിയാമോ? അത് തീരെ അറിഞ്ഞൂടാ. പിന്നെ ആടെ തന്നെ നിങ്ങളെ സാധനം.
അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ പഠിക്കേണ്ട സാധനം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പഠിക്കേണ്ട സംഗതികളൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. വേണ്ടാത്ത സംഗതികളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സാധനം. ആ പൃഥ്വിരാജിന്റെ കാറിന്റെ പേരെന്നാ? ലംബോർഗിനി. അതും നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ വേണ്ടാത്ത സംഗതികളൊക്കെ നിങ്ങൾക്ക് അറിയാം. കുറുകുറെ അറിയാം, മുറുമുറെ അറിയാം, പിന്നെ അപ്പി ഫീസ് അറിയാം, ലംബോർഗിനിയെ കുറിച്ച് അറിയാം. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട നിയമത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇത് തന്നെയാണ് നമ്മളെ വിഷയം. ഇന്ത്യൻ നിയമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആവൂലായിരുന്നു. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാ ഞാൻ നിങ്ങളെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതാണ്. ഇന്ത്യൻ നിയമം പറയുന്നു 18 വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ്. എന്താ നിങ്ങളെ പേര്? എല്ലാവർക്കും 18 വയസ്സിന് താഴെയാണല്ലോ, ആണോ? അപ്പൊ ഒന്നും നോക്കണ്ട, നിങ്ങൾ കുട്ടിയാണ്. ഇനി നിങ്ങൾക്ക് A+ കിട്ടിയാലും നിങ്ങൾ കുട്ടിയാണ്. ഇനി ഒന്നും കിട്ടിയില്ല, കുമ്പളം കിട്ടിയാലും നിങ്ങൾ കുട്ടിയാണ്. നല്ലോണം പാടുന്ന ആളാണെങ്കിലും കുട്ടിയാണ്, പാടാത്ത ആളാണെങ്കിലും കുട്ടിയാണ്. 2 തട്ടുള്ള വീടുണ്ടെങ്കിലും കുട്ടിയാണ്, വീടില്ല എങ്കിലും നിങ്ങൾ കുട്ടി തന്നെയാണ്. ഇനി വെളുത്തിട്ടാണെങ്കിലും കുട്ടിയാണ്, വെളുക്കാത്തവനാണെങ്കിലും കുട്ടിയാണ്. മുടി കൈതച്ചക്കേനെ പോലെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ കുട്ടി തന്നെയാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇന്ത്യൻ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞതാ. ഇനി പറയുന്നു ഈ കുട്ടികൾക്ക് 4 പ്രത്യേകതകൾ. നിങ്ങൾക്ക് 4 പ്രത്യേകത ഉണ്ട് പോലും. എന്താ നിങ്ങളെ പ്രത്യേകത? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ. നിങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികൾ കൊടുക്കത്ത ബുദ്ധിയാണ് പോലും. നിങ്ങൾ ഭീകരന്മാരാ പോലും, ഭയങ്കര ബുദ്ധിയാ പോലും നിങ്ങൾക്ക്. ശരിയാണോ തെറ്റാണോ? പക്ഷെ ഇന്ത്യൻ നിയമം പറയുന്നു വേണ്ടാത്തതേ പഠിക്കൂ. വേണ്ട ഒരു സാധനങ്ങൾ പഠിക്കൂല. അന്തം വിട്ട ബുദ്ധിയാണ് പോലും നിങ്ങൾക്ക്. ശരിയാണോ തെറ്റാണോ? നിങ്ങളിപ്പം ചെയ്യേണ്ട 18 വയസ്സ് വരെ നിങ്ങൾ ചെയ്യേണ്ട എന്താ? പാഠപുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, മഹാന്മാരെ കുറിച്ച് പഠിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. നിങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ വേണ്ട ഒരു സാധനം, അതിന് ട്യൂഷൻ ഉണ്ട്, അമ്മയും ഉമ്മയും കുത്തിച്ചീച്ച് പഠിപ്പിക്കുന്നുണ്ട്, സ്കൂളിൽ നിന്ന് മുരണ്ടി പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ അത് പഠിച്ചില്ല. നിങ്ങൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ നിങ്ങളുടെ അടുത്ത്? ഉണ്ടാ? അത് നിങ്ങൾക്ക് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിരുന്നോ? സ്കൂളിലെ ടീച്ചർ പറഞ്ഞോ വാട്സപ്പ് ഇങ്ങനെയാണ് തുറക്കുക, വലത്തേ സൈഡിൽ ഞെക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ട്യൂഷൻ മാഷ് കുന്നി പിടിച്ച് പഠിപ്പിച്ചോ? വാട്സപ്പിന്റെ അന്നേത് പഠിച്ചോ എന്ന് ചോദിച്ചോ? കുന്നി പിടിച്ചോ? അമ്മ കുത്തിച്ചീച്ച് പഠിപ്പിച്ചോ നിങ്ങളെ വാട്സപ്പിനെ കുറിച്ച്? പക്ഷെ നിങ്ങൾ മൊബൈൽ ഫോൺ കഴിച്ചിട്ട് തന്ന അപ്പടെ തന്നെ ഫിറ്റാക്കി നിങ്ങൾ അതും ജോലി വെച്ച് നടന്നങ്ങ് പോകും. അപ്പോ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് പറയാൻ പറ്റുമോ? കണ്ട കാറിന്റെ പേര് മുഴുവൻ നിങ്ങൾക്ക് അറിയാം. അതെങ്ങനെയാ ഓടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഉപ്പേന്റെ പേരെന്താന്ന് വെച്ചാ അപ്പൊ വേണ്ട ഒരു സംഗതി നിങ്ങൾക്ക് അറിയില്ല. വേണ്ടാത്ത സകല സംഗതികളും നിങ്ങൾക്ക് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനം ഈ ചെറുപയര് പുഴുങ്ങിയതാണ്. എന്റെ മുമ്പിൽ ഇരുന്ന് ആൾക്ക് ഇന്ന് 11:30 ചെറുപയര് പുഴുങ്ങി അവിലും തന്നെ ഞങ്ങൾ തിന്നോ? ഇല്ല. കാരണം നല്ലത് നിങ്ങൾക്ക് അറിഞ്ഞൂടാലോ പണ്ടേ. പക്ഷെ ഷവർമ്മ തന്നായില്ലേ നിങ്ങൾ പറയും 3 ദിവസം കൂടി ഇവിടെ ഇരിക്കാം. കുഴിമന്തി തന്നാ പിന്നെ ഇവിടുന്ന് പോവുകയില്ല. ഇത് കുറച്ചും കൂടി നീട്ടി തന്നൂടെ നിങ്ങൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ അന്തം വിട്ടാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളെ ഭക്ഷണ കാര്യങ്ങൾ പോലും. അത് വിട്ടേക്ക്. അപ്പൊ നിങ്ങളെ പ്രത്യേകത അന്തം വിട്ട ബുദ്ധിയാണ്. വേണ്ടതൊന്നും നിങ്ങൾ പഠിക്കൂല. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ കൊടുക്കത്ത ധൈര്യമാണ്, ഭീകര ധൈര്യമാണ് നിങ്ങൾക്ക്. ആ ധൈര്യമാണ് ദിവസവും പത്രത്തിൽ കാണുന്ന വാർത്ത എടുത്ത്. നിങ്ങൾ പത്രം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാ? എങ്ങനെയാ പത്രം ഉണ്ടാവും? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിലത്ത് 4 വടക്കുള്ള ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന്റെ പേരാണ് പത്രം. അതൊന്ന് എടുത്തിങ്ങനെ നോക്കണം കേട്ടോ. എടുത്ത് നോക്കിയാൽ ആ പത്രം ഇങ്ങനെ മറിയും. പിന്നെ ഇങ്ങനെയും തുറക്കാൻ പറ്റും. അതിലെഴുതിയ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ സാധനങ്ങൾ ഈ നാടകത്തിലുള്ള വാർത്തകളാണ്. നിങ്ങളെക്കുറിച്ചുള്ള കഥകളും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തരങ്ങളുമാണ് പത്രത്തിലുണ്ടാവും. അധിക വിവരങ്ങൾ വായിക്കാറുണ്ടോ? എന്നാ ഈ 2 മാസത്തിനുള്ളിൽ പത്രത്തിൽ വന്ന നിങ്ങളെ കുറിച്ചിട്ടുള്ള 5-6 വാർത്ത ഞാനങ്ങ് പറഞ്ഞുതരാം. നിങ്ങൾ അന്തം വിട്ടതാണ്, ഒടുക്കത്തെ ധൈര്യമാണെന്ന് പറയാൻ ഇതിലും വലിയൊരു ഉദാഹരണമൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലുള്ള 10ാം ക്ലാസ്സിലെ കുട്ടി കണക്ക് പരീക്ഷ എഴുതി വന്ന് വീട്ടിലെത്തിയപ്പോ കുട്ടിക്ക് തോന്നി ഞാൻ തോക്കുമല്ലോ പടച്ചോനേന്ന്. അങ്ങനെ തോക്കുമെന്ന പേടിയിൽ കുട്ടി ഓടി ബെഡ്റൂമിൽ പോയിട്ട് ആ ജനേലമേൽ കയറ് കെട്ടി തൂങ്ങി ചത്തു കളഞ്ഞു. ഫിസിക്സ് അല്ലെങ്കിൽ കണക്ക് പരീക്ഷ തോക്കുമെന്ന് കരുതിയിട്ട് തൂങ്ങി മരിക്കേണ്ട ആളാണോ 10ാം ക്ലാസ്സിലെ കുട്ടി? 15 വയസ്സുള്ള കുട്ടി? എന്തിനാ കുട്ടി മരിച്ചത്? അല്ലെങ്കിൽ പത്രം വായിക്കുന്ന കുട്ടിയാണെ കൊന്നാ മരിക്കേണ്ടത്. കാരണം എന്താ? കഴിഞ്ഞ വർഷം സ്കൂളിന്റെ പരിസരത്തൂടി പോയ എല്ലാവർക്കും A+ കിട്ടിയിരുന്നു. പരീക്ഷ എഴുതും കൂടി വേണ്ട, സ്കൂളിന്റെ അതിലൂടെ പോയവർക്ക് എല്ലാം കിട്ടിയിരുന്നു. ആ പത്രം വായിച്ച കുട്ടിയാണെങ്കിൽ ഈ കുട്ടി മരിക്കേണ്ടിയിരുന്നോ? ഇല്ല. രണ്ടാമത്തെ കുട്ടി നമ്മളെ കൊയിലാണ്ടിയുള്ള കുട്ടി
സിവിൽ പരീക്ഷ, സിവിൽ സർവീസ് പരീക്ഷ, IPS, IAS, IFS റേഞ്ചിലാണ് കുട്ടി എന്നെല്ലാരും പറഞ്ഞു +1 എത്തിയപ്പോ കുട്ടിക്ക് തോന്നി ഞാനവിടെ എത്തൂല, എനിക്ക് IAS IPS കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കുട്ടി തൂങ്ങി മരിച്ചില്ലേ? എന്ത് പൊട്ടത്തി കുട്ടികളാണ് ഇതൊക്കെ. ഇനി തലശ്ശേരിയുള്ള കുട്ടി, തലശ്ശേരിയുള്ള 14 വയസ്സുകാരി പെൺകുട്ടി, അച്ഛന്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി അച്ഛന്റെ കീശയിൽ നിന്ന് അച്ഛനും അമ്മയോട് ചോദിച്ചു 1500 രൂപ വേണമെന്ന്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ 1500. അമ്മ പറഞ്ഞു എന്റെ അടുത്തില്ല, എന്റെ അച്ഛനോട് ചോദിക്കും, ബാപ്പയോട് ചോദിക്കുന്നു പറഞ്ഞപ്പോ കുട്ടിക്ക് അതുവരെ ബാപ്പ വരുന്നത് വരെ കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെ കുട്ടി ബാപ്പ പൈസ വെക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് 1500 രൂപ മോഷ്ടിച്ചു. വൈകിട്ട് ബാപ്പ വന്നപ്പോ ചോദിച്ചു എന്റെ ആ സ്ഥലത്ത് വെച്ച 1500 രൂപ ആരാണ് മോഷ്ടിച്ചത്? ഇനിയല്ലേ ഭാര്യ മോഷ്ടിച്ചെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു ഞാൻ എടുത്തിക്കൊന്നുമില്ല, നിങ്ങളെ സ്വന്തം പൈസ നിങ്ങൾ അന്തം വിട്ട മോളെടുത്തിട്ടുണ്ടാവും. അപ്പൊ മോള് വരട്ടെ, ഞാൻ ഇപ്പൊ ചോദിക്കുന്നു ബാപ്പ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു നിങ്ങൾ ചോദിക്കൊന്നും വേണ്ടേ, നിങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ചത്തളിയും. അപ്പൊ ആ ബാപ്പ പറഞ്ഞൊരു ചോദ്യം ഉത്തരവുണ്ട്, എന്റെ കീശയിൽ നിന്ന് പൈസ ഓളെടുത്തിട്ട് ഓളാണോ തൂങ്ങി മരിക്കേണ്ടത്? ശരിക്കും തൂങ്ങി മരിക്കേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു എനക്കത് തിരിഞ്ഞിന്, പക്ഷെ ഇന്നത്തെ കുട്ടിയൊക്കെ അത് തിരിയൂല, ചത്താളിയും. അപ്പൊ പറഞ്ഞു ഞാൻ വിടൂല, വരട്ടെ. അങ്ങനെ മോള് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ നീ എന്റെ കീശയിൽ നിന്ന് പൈസ എടുത്തു എന്ന് മോളോട് ചോദിച്ചപ്പോ മോള് പറഞ്ഞു എടുത്തു. ഞാൻ 2000 എടുക്കുവരും ബാപ്പ വിചാരിച്ചേ, ഇനി 1500 കിട്ടിയിട്ടുള്ളൂ, 500 നിങ്ങൾ തരണം. ഒരൊറ്റന്ന് ബാപ്പ വെച്ചു കൊടുത്തപ്പോ ഈ കുട്ടി പറഞ്ഞു എന്നെ അടിച്ചുവല്ലേ ബാപ്പ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആ ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി വാതിലടച്ചു കഴിഞ്ഞു കുട്ടി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാപ്പയും മറ്റോലും കൂടി ചവിട്ടിപ്പൊട്ടിച്ചു നോക്കുമ്പോ ആ കുട്ടി ജനവാതിലിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. എന്ത് നല്ല കുട്ടിയാന്ന് നോക്ക്. എനിക്ക് കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിനടുത്തുള്ള 18ാമത്തെ തട്ടിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചൊരു 7ാം ക്ലാസ്സുകാരനുണ്ട്. 7ാം ക്ലാസ്സുകാരന്റെ ശവശരീരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ കീശയിൽ നിന്ന് കിട്ടിയ കടലാസ് കിട്ടിയ അത് വായിച്ചപ്പോ പോലീസ് ചിരിച്ചു മരിച്ചുപോയി. 7ാം ക്ലാസ്സിലെ പൊട്ടം മരിച്ചത് എന്തിനാണെന്നറിയോ? ഓന്റെ അച്ഛന്റെ ബർത്ത്ഡേന് വന്നു. ഓൻ കീശയിൽ എഴുതി വെക്കുക ഈ മരണം അച്ഛന് സമർപ്പിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ അച്ഛ. എന്ത് നല്ല കുട്ടിയാ നോക്കി. അച്ഛന്റെ ബർത്ത്ഡേക്ക് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മഹാനായ മനുഷ്യൻ. കതിരൂരുള്ള 14 വയസ്സുകാരൻ ബ്ലൂവെയിൽ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കളിച്ചിട്ടാണ് തൂങ്ങി മരിച്ചു കഴിഞ്ഞത്. 14 വയസ്സ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മരിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത്? മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് മരിച്ച കുട്ടി വടകരക്കാരിയാണ്. മൊബൈൽ ഫോൺ വാങ്ങിച്ചെന്തെങ്കിലും നിങ്ങൾ മരിക്കണോ? ഫിസിക്സ് പരീക്ഷ തോറ്റ നിങ്ങൾ മരിക്കണോ? എന്റെ അമ്മയില്ലേ ഈ വാർത്ത വായിച്ച് ചിരിച്ചു മരിച്ചു. ഞാൻ ചോദിച്ചു അമ്മ അങ്ങനെ ചിരിക്കരുത്, ഒരു കുട്ടി മരിക്കുമ്പോഴാണ് നിങ്ങൾ ചിരിക്കുന്നത്? അമ്മ പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഞാൻ ചിരിച്ച അതിനൊന്നുമല്ല, ഇങ്ങനെ പരീക്ഷ തോക്കുമെന്ന് പേടിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ തോറ്റ ഇനി എത്രൂട് മരിക്കണടോ എന്ന് ചോദിച്ചൊരു അമ്മ ഉണ്ട് എനിക്ക്. ഞാൻ 9ാം ക്ലാസ് വരെ സകല പരീക്ഷയിലും തോറ്റവനാ. പക്ഷെ എനിക്കതൊന്നൊരു വിഷയമല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? തോൽവി നമുക്ക് പുത്തരിയല്ല. എന്നോട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൂഫി മാഷ് പറഞ്ഞൊരു വാക്കുണ്ട്, പഠിച്ചിട്ടില്ലെങ്കിൽ തോക്കും പൊട്ട, തോറ്റാ ഞാൻ അടിക്കും പൊട്ട. സൂഫി മാഷ് ആദ്യം പറഞ്ഞ വർത്താനാ. ഞാൻ എന്റെ അപ്പുറത്തിരിക്കുന്ന മുഹമ്മദോട് പറഞ്ഞു അങ്ങനെ മാഷ് പൊട്ടാന്ന് വിളിക്കാവോ നമ്മളാ? അങ്ങനെ മുഹമ്മദ് പറഞ്ഞു അത് വിളിക്കാൻ പാടില്ല, നമ്മൾ ചെറിയ കുട്ടികളല്ലേ, ഇനി എന്റെ അച്ഛനോട് പോയി പറയണം. ഞാൻ അങ്ങനെ ഓടി അച്ഛനോട് പോയി പറഞ്ഞു. അച്ഛൻ പോയപാട് ചോദിച്ചു എന്താണ് ഇന്ന് മാഷ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ ഞാൻ തെറ്റാണ്, അതാണ് ആദ്യം പഠിപ്പിച്ചത്. പിന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അച്ഛ ഒരു വേറെ പ്രശ്നമുണ്ട്. അച്ഛൻ മാഷ് പറഞ്ഞു, സൂഫി മാഷ് ആദ്യം തന്നെ പറഞ്ഞു പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. അച്ഛ അങ്ങനെ കുട്ടികളെ പൊട്ട മാഷിനടിച്ചാൽ ഞാൻ എന്നെ കൊല്ലും മരപ്പൊട്ട. അന്ന് എനിക്ക് സംഗതി മനസ്സിലായി, ഒരു രക്ഷയില്ല. പഠിച്ചില്ല തോക്കും, തോറ്റാ സൂഫി മാഷ് അടിക്കും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ 4 മാർക്ക് വാങ്ങുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്, പക്ഷെ അടിച്ചോളി. കാരണം മാഷ് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു തോറ്റാൽ പഠിച്ചില്ലെങ്കിൽ തോക്കുന്നു. അതുകൊണ്ട് തന്നെ തോക്കുന്നു മനസ്സിലാകുമ്പോൾ അടിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാൻഡപ്പ് ആണ്, കൈ കാണിച്ചു. ആ അടിയും തുടച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോ അച്ഛൻ കൊല്ലുമെന്നുള്ള നല്ല ഭയപ്പാട് നമ്മളെ മനസ്സിലുണ്ടാക്കിയിരുന്നു സൂഫി മാഷ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടം വരെ എത്താൻ നമുക്ക് കഴിഞ്ഞു. നിങ്ങളെ മക്കൾ 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട മക്കൾ, ഒടുക്കത്തെ ധൈര്യമുള്ള മക്കളെ ഇതൊന്നും ആരും പഠിപ്പിച്ചില്ല. അയറ്റുകൾ വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് ടെൻഷൻ ഉണ്ട്, നിങ്ങളെ കാണുമ്പോൾ ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടോ മൊബൈൽ ഫോൺ കിട്ടാനിട്ടോ കാറ് കിട്ടാനിട്ടോ മരിക്കുമെന്നുള്ള ഭയം എനിക്കുണ്ട്. ഉണ്ടോ? മരിക്കുമോ നിങ്ങള്? ഇല്ല.
അതിലും കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്? അതിലും കൺഫ്യൂഷൻ ഉണ്ട്. എന്നാ മൂന്നാമത്തെ പ്രത്യേകത നിങ്ങൾ കേട്ടോ, അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇത് മനുഷ്യക്കുട്ടികളുടെ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഉപദേശ ലെവലെ ഇഷ്ടല്ല. ശരിയാണോ തെറ്റാണോ? ഉപദേശം കേൾക്കുമ്പോൾ ദേഷ്യം കുടിക്കും. ഉണ്ട് അങ്ങനെ? വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ കുട്ടി തന്നെയാണ്. നാലാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ മാത്രാണ് ശരി, ബാക്കി എല്ലാവരും പൊട്ടന്മാർ. ഉമ്മ പണ്ടേ ലെവലല്ലല്ലോ. എന്ത് പറഞ്ഞാലും ഗുഡു. ബാപ്പ പണ്ടേ പോരാ. ഞാൻ എങ്ങനെയൊന്നും ആവേണ്ട ആളല്ല, ഞാൻ വലിയ ആളാവേണ്ടാണ്, എന്റെ തീരുമാനമാണ് ശരി എന്നുള്ള വല്ലാത്ത വിശ്വാസങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് രക്ഷാകർത്താക്കളും എല്ലാ ആളുകളും നിങ്ങളെ കുറിച്ച് പഠിക്കേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ വസ്തുത ഇതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 18 വയസ്സിന് താഴെയുള്ള മനുഷ്യ കുട്ടികളെ നിയന്ത്രിക്കണം, ശാസിക്കണം, തിരുത്തണം. നിങ്ങളെ തിരുത്തിക്കൊണ്ടേയിരിക്കണം. ആ തിരുത്തലിന്റെ ഭാഗമായാണ് ഈ സംഘടന നിങ്ങൾ ഏറ്റെടുത്തതും. നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ തന്നിട്ട് നേരായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കും. ധീരമായ പോരാട്ടം, ശരിയായ വഴിയിലൂടെ നടക്കുന്ന സംഘടന. അതാണ് വേണ്ടത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിരന്തരം ഇത്തരം ക്യാമ്പുകളിലൂടെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ കഴിയണം. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും പിടിക്കൂല. കാരണം നിങ്ങൾക്ക് ഉപദേശ ലെവലെ ഇഷ്ടമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയണം ഇഷ്ടപ്പെടണം. 18 വയസ്സ് താഴെയുള്ള അന്തം വിട്ടതല്ലേ ഞാൻ എന്നുള്ള ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്നെ തോന്നണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ അപ്പി ഫീസ് കുടിക്കരുതെന്ന് നമ്മൾ പറയും. നിങ്ങൾ എന്താ കുടിച്ചാൽ ഓൻ കുടിക്കുന്നുണ്ടല്ലോ, ഇവൻ കുടിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇനിയും കുടിക്കും. കുടിച്ചോ? അങ്ങനെയാണ് നിങ്ങളെ തീരുമാനം. നിങ്ങളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വലിക്കും. എന്താ കുഞ്ഞി? നിങ്ങൾക്ക് അങ്ങനെ തോന്നും. കാരണം 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട കുട്ടി. എന്റെ 2ാം ക്ലാസ്സിലെ ചെക്കൻ കഴിഞ്ഞ ദിവസം ഇല്ലേ ബീഡി വലിക്കുന്നു. ഏടുന്ന ഒരു ബീഡി കുറ്റി വാങ്ങിയിട്ട് അതും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഞാൻ ചോദിച്ചോടാ, എന്റെ മുമ്പിലായിപ്പോയി എന്റെ പടല്. ഞാൻ ചോദിച്ചു, നീ ബീഡി വലിക്കുന്ന തെറ്റല്ലേ, ആരോഗ്യത്തിന് ഹാനികരല്ലേ? ഓൻ പറയും മമ്മൂട്ടി വലിക്കും, മോഹൻലാൽ വലിക്കും, ഞാൻ കണ്ട ഡോണല്ല മറ്റേ ഡോണാണ്, ഞാനാണ് ശരിക്കുള്ള എന്തെല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഇവൻ ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉടൻ തന്നെ ഞാൻ എന്റെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ലേ, 2 മക്കളെയും എന്റെ ഭാര്യയും ഞാനും കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആടുള്ള ക്യാൻസർ വാർഡിൽ അങ്ങ് കൊണ്ടുപോയിട്ടള. 2ാം ക്ലാസ്സിലെ കുട്ടിയും 5ാം ക്ലാസ്സിലെ കുട്ടിയും എന്റെ ഭാര്യയും ഞാനും ക്യാൻസർ വാർഡിലേക്ക് പോയിട്ട് അടുത്ത വാർഡനോട് പറഞ്ഞു, ഇന്ന് ബീഡി വെച്ചിട്ടുണ്ട്, എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. വാർഡൻ വളരെ സന്തോഷമായി. ആദ്യമായിട്ടാണ് ഒരുത്ത ഇങ്ങനെ ബീഡിയും വെച്ചിട്ട് ക്യാൻസർ വാർഡിലേക്ക്. ഒന്നാമത്തെ ഒരു അമ്മൂമ്മയായിരുന്നു നമ്മളെ സ്വീകരിച്ചത്. വയനാടുള്ള ഒരു അമ്മൂമ്മ. മുറുക്കിയിട്ടും പുകയില വലിച്ചും 2 കവിളും ക്യാൻസർ വന്ന് തുരന്നു പോയൊരു അമ്മൂമ്മ. നമ്മളെ ഈ അമ്മൂമ്മേനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ, അമ്മൂമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അമ്മൂമ്മ ഇവിടെയുള്ള ഈ സാധനം അങ്ങ് മാറ്റിയെടുത്തില്ലേ, ഇവിടെ ഇങ്ങനെ വലിയൊരു ഹോൾസ്, ആ ഹോൾസിന് ചുറ്റും പുഴുക്കൾ ഇങ്ങനെ ഞങ്ങളെ മാടി വിളിക്കുന്നു, വരൂ ബീഡി വലിക്കൂ, എന്നാൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ആവുമെന്ന് പറയുന്ന രീതിയിൽ എന്നെ തോന്നിപ്പിക്കുന്ന ആ അമ്മൂമ്മനെ കുറിച്ച് ഇവരോട് സംസാരിച്ചു. അമ്മമ്മക്ക് സംസാരിക്കണം ഇങ്ങനെ വെക്കണം. കാരണം സംസാരിക്കുമ്പോൾ ഇതിലൂടെ കാറ്റൊഴിഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പുറത്തെ ബെഞ്ചിൽ ഒരു പാവപ്പെട്ട ഒരു 60 വയസ്സുകാരനായ ഒരു അപ്പൂപ്പന്റെ ഇവിടെയുള്ള ഒരു മഫ്ലർ പോലത്തെ ഒരു സാധനം ഇട്ട് ആ മഫ്ലറിങ് മാറ്റിയപ്പോ എന്റെ മകൻ കണ്ടത്, ഞാൻ കണ്ടത് ഇവിടെ വലിയൊരു പൊത്തായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു പുഴുക്കളും എല്ലാം. എന്റെ മോൻ പറഞ്ഞു, മതി, എനിക്കിനി കാണണ്ട. ഞാൻ ഇനിയും കാണണം, ഇനിയും ബീഡി വലിക്കണം, വാ എല്ലാരെയും പരിചയപ്പെടണം. അവസാനം ഓരോ ആളുകളെ കാണുമ്പോഴും അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോഴും എന്റെ മോൻ പറഞ്ഞു, ഞാനിത് വലിക്കൂല എന്ന്. അല്ലാണ്ട് ഞാൻ അവൻ ഉപദേശിച്ചിരുന്നുവെങ്കിൽ ഓൻ പറയാൻ, എന്താ ഓൻ വലിക്കുന്നുണ്ടല്ലോ, ഇവൻ വലിക്കുന്നുണ്ടല്ലോ, സിനിമയിൽ ഓല് വലിച്ചിട്ടുണ്ടല്ലോ, എന്റെ നേതാവ് വലിക്കുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ പറയും. ഇനി ഓൻ പറയൂല. ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുഭവിക്കുന്നതിന് നമുക്ക് ഒരു വിഷയമില്ല. അതാണ് അന്തം വിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. എന്തായാലും നിങ്ങൾ വലിച്ചാൽ നിങ്ങളെ മുഖത്തും ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ മുഖത്തും ഇങ്ങനെ പുഴു ഇങ്ങനെ എത്തി നോക്കുന്നത് നിങ്ങളെ മനസ്സിലേക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ധീരമായ നട്ടലോടുകൂടിയുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളെ നയിക്കാൻ നേതാക്കൾ ഉണ്ടാവണം, നിങ്ങളെ നയിക്കാൻ രക്ഷാകർത്താവ് ഉണ്ടാവണം, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ അധ്യാപകരുടെ സഹായവും വേണം, നാട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഒരു സിനിമാ നടനില്ലേ, ലംബോർഗിനിന്റെ മുതലാളി, എന്താ പേര്? പൃഥ്വിരാജിന് ലംബോർഗിനി നമ്മളൊക്കെ കാണുമ്പോൾ വളരെ കൊതിയോടുകൂടി ഇങ്ങനെ നോക്കി. ലംബോർഗിനി
അങ്ങനെ ലംബോർഗിനിയിൽ ഇവരൊക്കെ AC-യുടെ ശീതളിമ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരു പ്രളയം വന്നു. പ്രളയം വന്ന് വെള്ളത്തിനെന്ത് പൃഥ്വിരാജ്, വെള്ളത്തിനെന്ത് പിന്നെ രംഗീഷ്, വെള്ളത്തിനെന്ത് കാക്കുനി, സകലയിടത്തും വെള്ളം ഇങ്ങനെ പൊങ്ങി 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 വരുമ്പോ പൃഥ്വിരാജിന്റെ വീട്ടുകാരൊക്കെ വിചാരിച്ച് എന്തായാലും ഇങ്ങോട്ടേക്ക് വെള്ളം വരൂല. പക്ഷെ വെള്ളത്തിന് അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലായിരുന്നു. അങ്ങ് കുതിച്ചങ്ങ് കയറി. കുതിച്ചു കയറിയപ്പോ ഇവര് വിചാരിച്ച് ലംബോർഗിനി കയറി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഓടി ലംബോർഗിനി പോകുമ്പോൾ ലംബോർഗിനി ഒലിച്ചുപോയി. അതോടുകൂടി ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ വീടിന്റെ ടെറസിന്റെ മേലക്കാരി നിലവിളിച്ചു. ആദ്യമായി നിലവിളിച്ചത് ഇടവലക്കാരൊക്കെ ആദ്യമായിട്ടാണ് ഇവര് ഇടവലക്കാരെ എന്ന് വിളിച്ച് നിലവിളിച്ചത്, ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്. അങ്ങനെ ഇടവലക്കാർ ഇതുവരെ ഇവര് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ഒന്നും നോക്കാതെ അടുത്തുള്ള ബഷീർക്കിയും കുഞ്ഞമ്മദ്ക്കിയും നാരായണട്ടനും സുധീറും ഒക്കെ ഓടി ഓടി ഇവരുടെ വീട്ടിലേക്ക് വന്നു. വെള്ളത്തിലൂടെ ഓടി വന്നു. എന്നിട്ട് പൃഥ്വിരാജിന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയത് ലംബോർഗിനിയേക്കാൾ മൂല്യമുള്ളൊരു വണ്ടിയിലായിരുന്നു. ഏതാ വണ്ടി എന്നറിയോ നിങ്ങൾക്ക്? ആംബുലൻസാ, വെള്ളത്തിൽ കൂടി. ലംബോർഗിനിയില നല്ലൊരു ബിരിയാണി ചെമ്പിലാണ് ഈ അമ്മേനെ കാറ്റ് കൊണ്ടുപോയിട്ട് ഈ നാട്ടുകാർ കൊണ്ടുപോയി രക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ലംബോർഗിനി ഉണ്ടായാലും, എത്ര കോടി കണക്കിന് രൂപയുള്ള വീടുണ്ടായാലും പരസ്പര സഹകരണമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കുന്നുമക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോ അവിടെയുള്ള ഒരു കുട്ടിയുടെ ഒരു വോയിസ് എനിക്ക് അയച്ചു തന്നിരുന്നു. 7ാം ക്ലാസ്സിലെ കുട്ടി പറയാ, ഇതിങ്ങനെ വലിച്ചു തള്ളുമ്പോയില്ലേ പറക്കുന്നുണ്ട് ചിത്രശലഭങ്ങൾ തലച്ചോറിലൂടെ. ആദ്യമൊക്കെ ഞങ്ങള് 3 ആൾ കൂടിയിട്ടാ വലിക്കല്. 7ാം ക്ലാസ്സുകാരൻ പറയാ, ഇപ്പൊ ഉമ്മയും ഉപ്പ ഒന്നും വീട്ടിലില്ലാത്തപ്പോ എനിക്ക് ഒന്ന് തന്നെ വലിക്കാൻ പറ്റുന്നുണ്ട്. ഇവനിങ്ങനെ എന്റെ മൊബൈൽ ഫോണിൽ ഇപ്പൊ ഉണ്ടാ സൗണ്ട്. എന്തൊരു നിരർത്ഥം. അവൻ പറയും, കാരണം അവൻ അന്തം വിട്ടവനാണ്. അവനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ടാണ് ആ ലോകത്തേക്ക് അവൻ പോയത്. അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ. പല ആളും വലിച്ചോ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് തുടങ്ങുന്നത്. ഒരു സിഗരറ്റ് ഒന്ന് വലിച്ചോക്കടാ കൂട്ടുകാർ, ഇല്ല എന്നോട് മിണ്ടൂല്ല എന്ന് പറയുമ്പോ നിങ്ങൾ കൂട്ടുകാരന് വേണ്ടി വലിക്കും. ഇനി പെൺകുട്ടികളും മോശക്കാരൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു സ്കൂളൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പോകുമ്പോ ഒരു ഉമ്മയാണ് വണ്ടിക്ക് കൈ കാണിച്ചിട്ട് പറഞ്ഞത്, പോലീസെ ആ വീട്ടിലൊരു 10-25 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞ ആടെ ഇരുന്നോട്ടെ പാവങ്ങള്, ഓരെന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ SI പറഞ്ഞു നമ്മക്ക് ആടെ ചെന്നോക്കണം എന്ന് പറഞ്ഞപ്പോ ബേക്കിലുള്ള 2 പോലീസുകാർ പറഞ്ഞു വേണ്ടേ, നമ്മൾ വെറുതെ പിള്ളേരുടെ അടുത്തൊന്നും പോണ്ട. SI ചോദിച്ചു ആന്തങ്ങൾ ആ വീട്ടിലേക്ക് വരാത്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നമ്മളാറ്റ കുട്ടീന്റെ പുറകെ ഓടിയിട്ട് കുട്ടിയായിട്ട് ആടെ വെച്ചൂത്തി വീണിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയായിട്ട് ആടെ അങ്ങനെ ഊരി വീണിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ നരനായാട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പണി പോവും. എനിക്കാണെ 3 ലോണുണ്ട്, 2-3 പിന്നെ കുറിയുണ്ട്, പിന്നെ ശമ്പളം മുടങ്ങിയാൽ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ പക്ഷെ ധീരനായ SI പറഞ്ഞു എനിക്ക് ഇതേ പ്രായത്തിലുള്ള 2 കുട്ടിയുണ്ട്, ഞാൻ വരും, ഞാൻ പോകും, നിങ്ങൾ വരുന്നുണ്ട് വന്നോന്ന് പറഞ്ഞപ്പോ അപ്പൊ പോലീസ് പറഞ്ഞു എന്നാ നിങ്ങളുണ്ടെ പിന്നെ 3 കൂടി നടക്കാലോ. അങ്ങനെ 3 ആളും കൂടി ആ വീട്ടിലേക്ക് പോയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള 10ാം ക്ലാസ്സിലെ 22 കുട്ടികൾ കറുത്ത ഷർട്ടും കറുത്ത പാന്റും കറുത്ത ബാഗും കറുത്ത തൊപ്പിയും കറുത്ത കണ്ണടിയും കറുത്ത സ്ട്രാപ്പും ഇട്ടിട്ട് ഇങ്ങനെ, അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു, എല്ലാ ജാതിയും എല്ലാ മതങ്ങളും ഉണ്ടായിരുന്നു. SI പറഞ്ഞു ഓടരുത്, ആരും ഓടരുത്. അപ്പൊ നമ്മളൊന്ന് എങ്ങനെ പോലെ പിടിക്കുന്നു നോക്കിയായിരുന്നു, നമ്മളെ കണ്ട തൈറ്റുകളെല്ലാം ഓടി, നമ്മൾ ഓടരുത് എന്ന് പറഞ്ഞിങ്ങനെ നിന്നപ്പോ ആ 3 തടിയന്മാരെ കണ്ട ബേക്കിലുള്ള നമുക്ക് ഓല പിടിക്കാം, തടിയന്മാർ ഓടിയാലും ഇത്രയല്ലേ ഓടൂ. നോക്കുമ്പോ ഒരു 200 മീറ്റർ ആയപ്പം തടിയൻ തന്നെത്താൻ വീണു. ആ തടിയന്റെ ബാഗ് പരിശോധിച്ചപ്പോ ബാഗിൽ നിന്ന് കിട്ടിയത് 3 ലിറ്റർ മദ്യമായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച 22 3 ലിറ്ററേ ഉണ്ടാവുള്ളൂ. തൊട്ടപ്പുറത്തെ തടിയനെ പിടിച്ചു നോക്കിയപ്പോ അവന്റെ അടുത്തുണ്ടായിരുന്നു 3 നല്ല മദ്യക്കുപ്പികൾ. 3ാമത്തെ ആളെ പിടിച്ചപ്പോ അവന്റെ മദ്യം, പക്ഷെ പാവം ഒന്ന് നല്ലോനാട്ടോ, അവന്റെ ബാഗില് 3 ബീറ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും കൂടി കൂട്ടിക്കൊണ്ടുവന്നപ്പോ അതിലുള്ള 10ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഒരു മാവിന്റെ കൊമ്പത്ത് ഇങ്ങനെ ചാരി ഇരുന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ട് പോലീസോട് ചോദിക്കുക, പോലീസേ നിങ്ങളാ SI? ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നിങ്ങളാ. 10ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി പോലീസിന്റെ മുഖത്തേക്ക് പറയും നിങ്ങൾ ആദ്യമായിട്ട് കാണുക. നോക്കുമ്പോ മരത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടപ്പോ പെൺകുട്ടി ഉരുണ്ട് താഴെ വീണു. നോക്കുമ്പോ എന്താ സ്ഥിതി, എന്തായിരിക്കും കുട്ടി വീണിക്കുണ്ടാവുക? പോലീസിനെ കണ്ടുപിടിച്ചതാണോ? അല്ല, ആ പെൺകുട്ടിയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങള്.
അപ്പൊ എന്റെ വീട്ടിൽ ആരും മദ്യപിക്കില്ല, എന്റെ വീട്ടിൽ തങ്കപ്പെട്ട ആളുകളാണ്, എന്റെ ഏരിയയിലൊന്നും മദ്യമില്ല, അപ്പുറത്തെ കഞ്ചാവുള്ളൂ, അപ്പുറത്തെ MDMA ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ചു നിങ്ങള് ഈ നാട്ടിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു കഞ്ചാവ് വലിക്കുന്നവനുണ്ട് എങ്കിൽ, ഒരു സിഗരറ്റ് വലിക്കുന്നവനുണ്ട് എങ്കിൽ, ഓൻ 1 കൊല്ലം കൊണ്ട് 7 ആളെ അവന്റെ മായിക ലോകത്തേക്ക് കൊണ്ടുവരും. ഒരു തർക്കവും കയ്യിൽ വേണ്ട. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഒരു ഏട്ടൻ ഉണ്ടെങ്കിൽ, ഒരു അനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. രക്ഷാകർത്താക്കൾ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളവരല്ല എങ്കിൽ, സംഘടനകൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഉറപ്പാണ് നശിച്ചു പോകും. സിഗരറ്റ് മദ്യമൊക്കെ വിടുങ്ങള്. ഏറ്റവും പുതിയൊരു സാധനമുണ്ട്, MDMA എന്ന് പറഞ്ഞ സാധനം. ഞാൻ അതിന്റെ രഹസ്യങ്ങളിലേക്കൊന്നും ഒരു പേര് ഞാൻ പറയുന്നില്ല, എന്നിട്ട് വേണം നിങ്ങൾ അത് വാങ്ങിയിട്ട് വലിക്കാൻ. ഈ MDMA എന്ന് പറയുന്ന ഒരു സാധനമാണ്, വളരെ സിമ്പിൾ ആണ്, ഒരു പൊടി പോലത്തെ ഒരു സാധനമാണ്. അത് നിങ്ങളെ വായിലോ ചുണ്ടിലോ എവിടെയെങ്കിലും ആക്കിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ 48 മണിക്കൂർ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാൻ പോലും. എന്ത് രസമാണെന്നറിയോ, നിങ്ങൾ ഉപയോഗിക്കണം കേട്ടാ, ഒന്ന് പറക്കാൻ ശ്രമിക്കണം. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിന് നിങ്ങൾ അടിമകളായി മാറും. പിന്നെ നിങ്ങളെ നോക്കണ്ട. നിങ്ങളെ ജീവിതത്തിന്റെ ആയുസ് 7.5 കൊല്ലമാണ്. അത് വന്നിട്ട് 2 കൊല്ലമായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നാട്ടിനും നാട്ടുകാർക്കും പോലീസുകാർക്കും എല്ലാവരും ലഹരിക്കെതിരെ ആഞ്ഞടിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ, ഈ ലഹരിയുടെ പോക്ക് തുടരുകയാണെങ്കിൽ 7 കൊല്ലം കൊണ്ട് കേരളത്തിലെ യുവതലമുറ മുഴുവൻ നശിച്ചു പോകും. ജന്മങ്ങൾ എടുക്കാനുണ്ടാവില്ല ഇവിടെ. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. പ്രായമുള്ള എല്ലാ മനുഷ്യന്മാരും ചങ്കുറപ്പോടുകൂടി ഈ നാട്ടിൽ കൂടി നടക്കുന്നുണ്ട്. വേണേ നോക്കിങ്ങള്, പ്രായമുള്ളവരാണ് മരിക്കാത്തത്. ഒരു പണ്ട് തിന്ന ആരോഗ്യത്തിൽ ഭക്ഷണത്തിന്റെയും അവർ ചെയ്ത എക്സസൈസിന്റെയും തൽഫലമായിട്ട് പോലും ഇന്നും ജീവിക്കുന്നു. നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് കറുകുറിയും മുറുമുറിയും തിന്നുമ്പോ അതിന്റെ കൂടി ഈ സാധനം കൂടി അങ്ങ് ഉപയോഗിക്കുമ്പോ നമ്മളെ കഥ കഴിയും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, എന്ത് പ്രലോഭനം ഉണ്ടായാലും എന്ത് ചെയ്താലും ഞാൻ ഈ സാധനത്തിലേക്ക് പോവില്ല, ഞാൻ ഈ ലോകത്തേക്ക് ശ്രദ്ധിക്കപ്പെടില്ല, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടൂ. പെൺകുട്ടികളെ കുറിച്ച് വടകരയുള്ള 26 പെൺകുട്ടികളെ എനിക്കറിയാം. ആരെ ബൈക്കുമ്പോൾ വേണമെങ്കിലും ഒരു കാര്യം പോകുമ്പോലും എന്നോട് ഒരാൾ പറഞ്ഞതാ, ഈ ലഹരി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്റെ മുമ്പിലിരിക്കുന്ന മക്കളോടും രക്ഷാകർത്താക്കളോടും ഞാൻ പറയുന്നത്, നമ്മളെ നാട്ടിൽ, ഈ നാട്ടിൽ ഒരു 2 മാസം മുമ്പ് ഒരു പോലീസ് വണ്ടി പോകുമ്പോ ഒരു 9ാം ക്ലാസ്സിലെ പെൺകുട്ടിയെ ഒരു ഒഴിഞ്ഞ ഒരു വീട്ടിൽ, പണി പൂർത്തിയാവാത്തൊരു വീട്ടിൽ പോലീസ് കണ്ട്. പോലീസ് ചെന്ന് നോക്കുമ്പോ ഒരു കോന്തപ്പനെ പോലത്തെ ഒരു ചെക്കനും ഈ പെണ്ണും ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പോലീസ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ പെൺകുട്ടിയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ 2 വീട്, നല്ല ഭംഗിയുള്ള വീട്, ബാപ്പ ഗൾഫിൽ. ഈ SI സാറ് ആ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചപ്പോ ആ വീട്ടിലെ ഉമ്മ ഓടി താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോ വാതിൽ തുറന്നപ്പോ പോലീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോ ആ ഉമ്മ പറഞ്ഞ വർത്താനം എനിക്ക് എന്റെ സാർ ഇപ്പോഴും പറയുമ്പോ അയാളെ കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്താ ഈ പറഞ്ഞെന്നറിയോ, എന്തിനാണ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്? ഞങ്ങൾക്ക് പേര് ദോഷമുണ്ടാക്കാനോ? അസമയത്ത് എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നത്? SI കമാന്നൊരു അക്ഷരം പറയാതെ എല്ലാം കേട്ടു നിന്നു. ആ ഉമ്മയുടെ വികാരങ്ങളെല്ലാം ദേഷ്യമൊക്കെ പറഞ്ഞു തീർന്നപ്പോ സാറ് വളരെ സംയമനത്തോടു കൂടി ചോദിച്ചു, നിങ്ങളുടെ മകൾ എവിടെയാണ്? ഉമ്മർ, എന്റെ മോളങ്ങളെ നോക്കൊന്നും വേണ്ട, അതിനെ നോക്കുന്നത് എനക്കറിയാം, നിങ്ങളതിൽ ഇടപെടൊന്നും വേണ്ട. എന്റെ മോൾ എന്റെ ബെഡ്റൂമിൽ സുഖമായി കിടന്നുറങ്ങുന്നു. സാറ് വീണ്ടും സമാധാനത്തോടു കൂടി, എന്നാ ഉമ്മ ഒന്ന് ചെന്ന് നോക്കുക അവിടെ ഉണ്ടോന്ന് എന്ന് പിന്നെയും പോലീസിനെ ശപിച്ചുകൊണ്ട് ഉമ്മ വീണ്ടും ബെഡ്റൂമിലേക്ക്, മേലെയുള്ള ബെഡ്റൂമിലേക്ക് ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ ഉമ്മ ഓടി താഴേക്ക് വന്നിട്ട് പറഞ്ഞു, പോലീസ് എന്റെ മോളെ കുറിച്ച് വേണ്ടാത്ത ഒന്നും പറയരുത്, പാപത കിടന്നുറങ്ങുന്നവിടെ. ഒന്നും കൂടി ചെന്ന് നോക്കുന്നവൻ. അപ്പൊ ഇനി പറയുമ്പോൾ ചെന്ന് നോക്കാൻ ഞാൻ എന്താ, എന്റെ വീട്ടിൽ നിങ്ങൾ പറയുമ്പോൾ ചെന്ന് നോക്കാനാണ് ഞാൻ. പോലീസ് വീണ്ടും സംയമനത്തോടു കൂടി പറയും, ചെന്ന് നോക്ക്, മോളൊന്ന് വിളിക്കുമ്മ, നമുക്ക് അവരോട് 2-3 കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഉമ്മ മേലേക്ക് പോയിട്ട് വാതിൽ തുറന്ന് ആ കിടക്കയിലുള്ള കുട്ടിയെ ഉരുട്ടി വിളിച്ചു. ഉരുട്ടി വിളിച്ചപ്പോ ഉരുണ്ടതൊരു 2 തലയാണിയായിരുന്നു. കുട്ടിയില്ലായിരുന്നു, നല്ല 2 തലയാണ് ഇങ്ങനെ S പോലെ വെച്ചിട്ട് പുതപ്പുണ്ടങ്ങ് മൂടിക്കളഞ്ഞു. ഉമ്മക്ക് വാതിൽ തുറന്നു നോക്കുമ്പോ കുട്ടി പാവം ക്ഷീണിച്ച് പഠിച്ചുറങ്ങുകയാണ്. പിന്നീട് ഉമ്മക്ക് ബേജാറായിട്ടുള്ളൊരു വരുത്തുണ്ടായിരുന്നു, പോലീസ് ഇല്ല, തലയാണ ഉരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ കിട്ടാത്ത. പക്ഷെ സാറ് വളരെ സംയമനത്തോടു കൂടി നിന്നു. സാറ് ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് ഈ കുട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഇതാണോ നിങ്ങളെ കുട്ടി? എനക്ക് അന്നേരെ തോന്നി നിങ്ങളാണ് ഇത് നശിപ്പിക്കുന്നത്, നിങ്ങളാണ് എന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോയത്. പോലീസിന്റെ മേലെയായി എല്ലാം കൂടി.
അവസാനം നമ്മൾ ഈ എസ്ഐയോട് ചോദിച്ചു, സാർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ഈ അമ്മയുടെ ഈ ഒരു പ്രകോപിതമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു, എന്റെ മോള്, എനിക്ക് 2 ഇരട്ട കുട്ടികളാണ്, ഇതേ പ്രായമുള്ള 2 കുട്ടികൾ, അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തത്. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, പോലീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുന്ന ഭീകരന്മാരൊന്നുമല്ല. തെറ്റ് പോലീസ് ചെയ്താൽ പോലീസുകാരെ ശിക്ഷിക്കപ്പെടണം, ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കപ്പെടണം, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടണം, ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, എല്ലാ മനുഷ്യന്മാരൊന്നും കള്ളന്മാരൊന്നുമല്ല. ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോളെ ഇനി എവിടെയാ പോയത്? ആ മകൾ ഉമ്മയോട് പറഞ്ഞില്ല, പോലീസോട് പറഞ്ഞ വാർത്ത എന്താണെന്നറിയോ? പോലീസെ, കഴിഞ്ഞ 2.5 കൊല്ലമായി ഈ കോന്തപ്പന്റെ കൂടെ ഞാൻ എപ്പോഴും ആ വീട്ടിൽ പോകുന്നുണ്ട്. ഇവര് ഏണി വെച്ചു കൊടുക്കും, കോന്തപ്പൻ വാതിൽ തുറന്നിട്ട് ആ ഏണി വഴി ഇറങ്ങിപ്പോകും. എന്തിനാണ് നീ ദിവസവും പോകുന്നെന്ന് ചോദിച്ചപ്പോ, കോന്തപ്പൻ എന്തോ ഒരു പൊടി എനിക്ക് തരും, അത് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് ഈ 8:30 ആവുമ്പോ എനിക്കിത് ഇല്ലാതെ പറ്റാതായി, അതുകൊണ്ട് തന്നെ കോന്തപ്പൻ വിളിക്കുമ്പോൾ പോകാതിരിക്കാനും എനിക്ക് പറ്റാതായി. ആ പൊടിയാണ് എന്നെ അവിടത്തേക്ക് നയിച്ചത് എന്ന്. ആ പൊടിയുടെ പേരാണ് MDMA. സൂക്ഷിച്ചോ നിങ്ങള്. അതിന്റെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ എത്ര പിച്ചി ചീന്തി എറിഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളെ നാട്ടിലുണ്ടോ സാധനം അത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിലുണ്ടോ? ഇതിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? നിങ്ങളെ നാട്ടിൽ DJ പാർട്ടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവും. ആ നെഞ്ച് പൊട്ടുന്ന ഒച്ചയും വെച്ചിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരു പരിപാടി കല്യാണ വീട്ടിലെല്ലാം ഉണ്ടാവുമല്ലോ. നല്ല സാധനം കേട്ടോ. ഈ MDMA തുടക്കം ഈ DJ പാർട്ടിയിലാണ്. ആ DJ പാർട്ടിയിലുള്ള ആളുകളെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ. എന്താണെന്നറിയോ, ഒരു സാധാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 3 പാട്ടിന് മാത്രമേ തുള്ളാൻ പറ്റൂ. 3 പാട്ട് പാടുമ്പോൾ അതിന് തുള്ളിയാൽ ഒരു മൂലക്ക് കിടക്കണം, തളർന്നു. പക്ഷെ MDMA ഉപയോഗിച്ചു, നിങ്ങളെ മക്കൾ ഉപയോഗിച്ചു, നാട്ടുകാർ ഉപയോഗിച്ചു, നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ തുള്ളിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഉമ്മയും ഒരു ബാപ്പയും ഒരു സഹോദരനും പറയാറ്, എന്റെ കുട്ടി നല്ല ഡാൻസാണ്, ഒടുക്കം മുതൽ ഒടുക്കം വരെ 7.5 കൊല്ലം കൊണ്ട് നശിച്ചു പോകുമെന്നുള്ള ബോധം ഉണ്ടാവണം. അത്രത്തോളം. എനിക്ക് ഈ മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ലാത്ത സാധനമാണ്. അതിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം. കണ്ടിട്ടുണ്ടോ? മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. നിങ്ങളെ ബാപ്പ കോലാക്കുത്തിന് സിഗരറ്റ് വലിക്കുന്ന ആളുകളാണോ? ഏതെങ്കിലും നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നട്ടലിലുള്ള ചങ്കൂറ്റമുള്ള വിദ്യാർത്ഥികളായ നിങ്ങൾ, ഈ സംഘടനയുടെ പ്രവർത്തകർ എന്ന രീതിയിൽ ഊർജ്ജസ്വലരായിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സിഗരറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഒരു വെള്ള കുറ്റി പോലുള്ള സിഗരറ്റിൽ 78ഓളം കെമിക്കൽസ് ഉണ്ട് എന്ന് മനസ്സിലായിക്കോളി. ആ 78 കെമിക്കൽസിൽ 72 കെമിക്കൽസും ക്യാൻസർ വരാൻ സാധ്യതയുള്ള സാധനമാണ്. നിങ്ങളെ സഹോദരനോ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ ചങ്ക് ബ്രോ ഏടെയെങ്കിലും കുത്തിരി ഇങ്ങനെ വലിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ചങ്കേ, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ആഹാരമാണല്ലോ താങ്കൾ ഉള്ളിലേക്ക് ആക്കുന്നതെന്ന് അന്തം വിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ സൂക്ഷിക്കണം. ഇനിയിപ്പോ സിഗരറ്റ് വലിക്കുന്നത് മദ്യപാനം എന്നെല്ലാം പറഞ്ഞ സാധനത്തിനെ കുറിച്ച് തെറ്റായ കുറെ ധാരണകളുണ്ട്. ഒരു മോശം ആൾക്കാരാന്നൊക്കെ ധാരണ ഉണ്ട്. മോശം ആൾക്കാരായിട്ടൊന്നും അല്ല, അതിൽ പെട്ടതാണ്. പ്രമേഹം എന്ന് പറഞ്ഞ സൂക്കേട് കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രമേഹം ഉണ്ടോ നിങ്ങൾക്ക്? BP ബ്ലഡ് പ്രഷറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാ BPക്കും പ്രമേഹത്തിനും ഒന്നും ഈ മരുന്നില്ല കൃത്യമായിട്ട്. മരുന്നിങ്ങനെ കുടിച്ചാ ക്യാൻസറിന് മരുന്നില്ല. മരുന്ന് കുടിക്കും തോറും നമുക്ക് ജീവൻ നിലനിർത്തി കിട്ടുന്നു മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും മാറൂല. പക്ഷെ നാട്ടിൽ മദ്യപാനവും കഞ്ചാവ് വലിയുള്ള ആരെങ്കിലും നിങ്ങളെ കുടുംബത്തിലോ വീട്ടിലോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതൊരു അസുഖമാണ്. 80% ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണ് പുകവലിയും മദ്യപാനവും. നമ്മൾ ലഹരിക്കെതിരെ ക്ലാസ് എടുത്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ നാട്ടിലും നിങ്ങളെ വീട്ടിലും ആരെങ്കിലും മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം സൂക്കേടാണത്. ആ സൂക്കേട് ചികിത്സിച്ചാൽ മാറും. കേരളത്തിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും വിമുക്തി എന്ന പേരിൽ പിന്നെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്. അവിടെ നമ്മളെ കൊണ്ടുപോയാൽ അവനെ നമുക്ക് നല്ല മനുഷ്യനായി, അവളെ നല്ല മനുഷ്യ സ്ത്രീയായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന നട്ടലുണ്ട് എന്ന് ഞാൻ കരുതുന്ന ബോധമുള്ള ഒരു ചുറുചുറുക്കുള്ള സംഘടനാ പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും മദ്യപിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് വിമുക്തി എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയാൽ ഒരു പരിപൂർണമായിട്ട് ചികിത്സിച്ച് മാറ്റിത്തരും. നിങ്ങൾ ആരെങ്കിലും ചെയ്തു അത്?
നമ്മൾ കള്ളുപിടിച്ചാൽ നശിച്ചു, ആടി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയും കൂടിയുണ്ട്. നിങ്ങളുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും ഹാൻഡ്സ് വെക്കുന്നത്, ഇങ്ങനെ ചുണ്ടിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെക്കുന്ന കണ്ടിട്ടുണ്ടോ? സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ, കള്ള് കുടിക്കുന്നത് കണ്ടാൽ, എന്തെങ്കിലും തരത്തിൽ DJ പാട്ടിൽ രാവിലെ തൊട്ട് രാത്രി വരെ തുള്ളുന്ന ചങ്ങായിനെ കണ്ടാൽ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് പേടി വേണ്ട. നിങ്ങൾക്ക് 99 95 96 666 എന്ന് പറയുന്ന പോലീസിന്റെ യോദ്ധാവ് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് വിടുക. അത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് കിടന്നുറങ്ങിയാലില്ലേ, യോദ്ധാവ് വന്നിട്ട് ചങ്ങായിനി കൊണ്ടങ്ങ് പോകും. യോദ്ധാവ് ഇവിടുത്തെ പോലീസുകാരല്ല, അതിന് പ്രത്യേക തരം പോലീസുകാർ, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതുവരെ നല്ല കുട്ടികളെന്ന രീതിയിൽ ഒരാളെങ്കിലും സംരക്ഷിക്കാൻ, ഒരാളെങ്കിലും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അവിടെ നമ്പർ മറന്നുകൊണ്ടാ 99 95 96 99 95 96 66 46 അത്രേ ഉള്ളൂ. അതിലേക്ക് ഫോട്ടോ എടുത്ത്. പക്ഷെ ആ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം WWW എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടാവണം. വാട്ട്, വെൻ, വെർ. എവിടെ, എപ്പോൾ, എന്ത്, എങ്ങനെ. അപ്പൊ നിങ്ങൾ ഓട്. അങ്ങനെ ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗലോകം ഒരു സ്റ്റെപ്പും കൂടി അടുത്താണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മാറണം. അപ്പൊ മദ്യമാണോ അവിടുത്തെ വിഷയം? അന്തം വിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണിച്ചു തന്നാല്, അല്ലെങ്കിൽ ഈ മുട്ടായി കാണിച്ചു തന്നാല് നിങ്ങൾ പുറകെ വരും. കാരണം അന്തം വിട്ട് ഇറ്റുകളാണ് നിങ്ങൾ. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ 5ാം ക്ലാസ്സിലെ മോളോട്, 5ാം ക്ലാസ്സിലെ മോളെ എനിക്ക് പേടിയാണ്. കാരണം വടകര നിന്ന്, ഒറ്റ കാര്യം കൂടി പറയാൻ നിർത്താം. വടകര നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടീന്റെ ബാഗിൽ നിന്നൊരു സാധനം അങ്ങ് വീണു. പോലീസ് ഓടിച്ചെന്ന് ബാഗിൽ ആ കുട്ടീന്റെ സാധനം ഇതാ വീണ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് പൊതി തുറന്നു നോക്കുമ്പോൾ കണ്ട എന്താണെന്നറിയോ, 1.5 കിലോ കഞ്ചാവ്. കുട്ടിയോട് ചോദിച്ചു, എന്താ കുട്ടി ഇത് എനിക്കറിയില്ല, ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഏട്ടൻ പറഞ്ഞു, ഇത് ആ സ്കൂളിന്റെ ആടെ കൊണ്ടുകൊടുത്താല് എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, സിൽക്കി എന്ന് പറഞ്ഞൊരു മുട്ടായി തരും ഏട്ടൻ. ഞാൻ പറഞ്ഞു, കുട്ടിക്ക് ഇതിന്റെ ഭവിഷ്യത്ത് അറിയാവുന്ന വെച്ചാൽ ഒന്നും അറിയില്ല. എപ്പോ ഈ പൊതി തരും, ഈ പൊതി ഞാൻ അവിടെ കൊണ്ടുകൊടുക്കും, സിൽക്കി തരും. ഞാൻ അന്ന് എന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്റെ മോളോട് ചോദിച്ചു, മോളെ എനിക്ക് ആരെങ്കിലും സിൽക്കി തരാറുണ്ടോ? കാരണം നാട്ടിൽ 5ാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനത്തെ കഞ്ചാവ് ഉണ്ടാക്കുന്നുണ്ട്, എന്റെ 5ാം ക്ലാസ്സിലെ കുട്ടിയും കൊണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ബോധമാണ് ഒരു രക്ഷകർത്താവ് എന്ന രീതി. അതുകൊണ്ട് ഇപ്പൊ എന്റെ മോള് പറഞ്ഞു, എനിക്ക് അത് സിൽക്കി തിന്നണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ ആരും തന്നിട്ടില്ല. സമാധാനം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് വാങ്ങിത്തരും. എന്താ അന്തം വിട്ടല്ലേ ഇനി? അതുകൊണ്ട് എനിക്ക് ഈ അച്ഛൻ വാങ്ങിച്ചിരുന്നിട്ട് ഞാൻ വടകര ലിങ്ക് റോഡിലുള്ള ഫസ്റ്റ് ബേക്കറി പോയിട്ട് പറഞ്ഞു, 6 സിൽക്കി. അവൻ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, 6 എടുത്തോ, മക്കള് തിന്നട്ടെ. അവൻ ചോദിച്ചു, 6 വേണോ? ഞാൻ പറഞ്ഞു, 6 വേണം, എടുക്ക്. ഞാൻ ചോദിച്ചു, എത്ര പൈസയാന്ന് ചോദിച്ചപ്പോ അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, 4800 രൂപ. സോറി, 4800. ഞാൻ ചോദിച്ചു, മുട്ടായി അല്ലേ ഇത്? ഓൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്ന മനുഷ്യ? ഇത് 800ന്റെ ഇതുകൊണ്ട് 1500 ഉണ്ട്, 300ന്റെ ഒരു സാധനം ഉണ്ട്, അതിപ്പം ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കീശയിൽ നോക്കുമ്പോൾ 25 ഉറുപ്പ്യുള്ളൂ. പക്ഷെ എന്റെ മോക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അന്തം വിട്ട കഞ്ചാവ് കച്ചവടക്കാരൻ വാങ്ങിച്ചു കൊടുക്കുന്നുള്ള പേടിയിൽ ഞാൻ എന്റെ കൂട്ടുകാരനോട് ഗൂഗിൾ പേ വാങ്ങിയിട്ട് ഈ പൈസ, ഈ മുട്ടായി ഒക്കെ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് സിൽക്കിയോ എന്ത് മുട്ടായി വേണമെങ്കിലും എന്നോട് പറയണം. അന്തം വിട്ടതാ, ഇനി വേറെ ആളെടുത്തുനിന്ന് വാങ്ങിക്കൊടുക്കരുത്, ഇങ്ങനെ കവർ കൊണ്ടുപോകരുത്. എന്റെ മുമ്പിലുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള ഭാവിയിലെ വാഗ്ദാനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേവലം ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ട് 7.5 കൊല്ലം കൊണ്ട് ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം, ആത്മവിശ്വാസം. എനിക്ക് വേണ്ട, എനിക്ക് ഇതിന്റെ ഒരു സാധനവും വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് ഇന്നു മുതൽ നട്ടലുള്ള വേണ്ട എന്ന് പറയാൻ കഴിയുന്ന ലഹരിയൊന്നും ഇല്ലാത്തൊരു നല്ല കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ വീട്ടിൽ ഏട്ടനും ഏച്ചിയലുണ്ടാ അനിയത്തിലൊക്കെ ഉണ്ട്, ബാപ്പി ഉമ്മയിലുണ്ടല്ലേ? ഇവരെല്ലാം ആരെങ്കിലും ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ നോക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് കണ്ണിലേക്ക് നോക്കുക, ബാപ്പാന്റെ കണ്ണിലേക്ക് അങ്ങ് നോക്കുക. ബാപ്പ തിരിച്ചുങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തങ്കപ്പെട്ട ബാപ്പിയാണ്. ആ ബാപ്പ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ, ബാപ്പ പ്രണയത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി. പ്രണയം ഒരു ലഹരിയാണ്, അത് പിന്നീട് വേറെ ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പ്രണയിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബാപ്പന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ബാപ്പ തിരിച്ചുങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യനായ ബാപ്പയാണ്. ആ ബാപ്പക്ക് ലഹരി ഉണ്ടോ പ്രണയം ഉണ്ടോ നോക്കണമെങ്കിൽ ബാപ്പന്റെ കണ്ണിലേക്ക് നോക്കി ഒറ്റ ചിരി, ബാപ്പ തിരിച്ച് കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് ബാപ്പ. അതിന് ലഹരിയും ഇല്ല, പ്രണയവും ഇല്ല. അതെന്തെങ്കിലും ഓടുന്നാറ്റുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഓടൂ. അത്രയേറെ ആത്മബന്ധമുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ. നിങ്ങൾ ഉമ്മേനെ നോക്കി ചിരിക്കണം.
ഉമ്മ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ അതാണ് ഉമ്മ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടി അങ്ങ് കൊടുത്തേക്ക്. ഇനി നിങ്ങൾക്ക് ഏട്ടനുണ്ട് എങ്കിൽ അനിയത്തി ഉണ്ട് എങ്കിൽ അവരുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോ എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ, പെരാന്തായിട്ടേക്ക്, മൂത്ത പെരാന്ത്. ആ ഭ്രാന്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ അതിലൂടെ പറയണം, എന്റെ കണ്ണിലേക്ക് നോക്ക് ഏട്ടാ, എന്റെ അനിയത്തി, നീ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. അല്ലാണ്ട് നമ്മൾ ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് കഞ്ചാവ് അങ്ങനെയാണ്, അത് പൂക്കുമ്പോൾ മണക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ലഹരിയില്ലാത്ത സ്വർഗതുല്യമായ ഒരു വീട് നിങ്ങൾക്ക് കെട്ടിപ്പടുക്കണം. ഈ സംഘടനയുടെ ധീരനായ പോരാളികൾ എന്ന രീതിയിൽ ലഹരിക്കെതിരെ പോരാടേണ്ടത്, മുൻനിരയിൽ നിന്ന് പോരാടേണ്ടത് നിങ്ങളാണ്. അല്ലാണ്ട് എന്റെ വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇത് നോക്കൂല എന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ ജാഗരൂകരായിരിക്കേണ്ടത് നിങ്ങളാണ്. എന്നിട്ട് നമുക്ക് നാടിനൊക്കെ നന്നാക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ എല്ലാവരോടും ചിരിക്കണം. അങ്ങനെ ചിരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും. എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരോടും ചിരിക്കണം, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം, എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു കുറെ ആത്മകഥകളൊക്കെ ഉണ്ട്, വല്ല നല്ല നേതാക്കന്മാരുടെ ആത്മകഥകളൊക്കെ ഉണ്ട്, അതിലെടുത്ത് വായിക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പങ്കെടുത്ത് സജീവ സാന്നിധ്യങ്ങളായി മാറിയാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത, അന്തം വിടാത്ത മക്കളായിട്ട് നിങ്ങൾ ജീവിക്കുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ, അമ്പോ ഞാൻ 18 വയസ്സിന് താഴെ അന്തം വിട്ടതാണ്, എന്നെ ഉപദേശിക്കുന്നതാണ് നല്ലത്, അയാൾ പറയുന്നത് ശരിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ എനിക്കൊരു സന്തോഷം എന്താണെന്നറിയോ, നിങ്ങൾക്കൊക്കെ നല്ലോണം എന്റെ കണ്ണിലേക്ക് നോക്കി ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെ എനിക്ക് പ്രതീക്ഷ നൽകുന്നു. ഭാവിയിലും ഈ പ്രതീക്ഷ നിലനിർത്തി നിങ്ങളെ ചിരിച്ച മുഖത്തോടുകൂടി കാണാൻ കഴിയുമാറാകട്ടെ. അതിനെ നിങ്ങളെ ധീരരായ ഒരു യോദ്ധാക്കളായി മാറ്റാൻ സംഘടനക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.